വാർത്തകളിൽ വിശദമായി നവകേരള സദസ്സ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഒരു ഭേദചിന്തയും ഉണ്ടാകേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് കേരളത്തിനെതിരെ പോരാട്ടം നടത്തുകയാണ് കേന്ദ്ര സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന UDF MPമാർ കേരളത്തിനു വേണ്ടി ലോക്സഭയിൽ സംസാരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനകത്ത് ഒരു ഭേദചിന്തയും ഉണ്ടാകേണ്ടതില്ല. നമ്മുടെ നാടിപ്പോൾ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് മുൻപോട്ട് നീങ്ങാൻ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇതാണ് ഒരു പ്ലാൻ. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ബോധപൂർവമായ തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. ആ തടസ്സങ്ങൾ അവസാനിപ്പിക്കാനും തിരുത്തിക്കാനും ഒട്ടേറെ തവണ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. SB കോളേജ് ഫുട്ബോൾ മൈതാനിയിൽ ചേർന്ന സമ്മേളനത്തിൽ MLA അഡ്വക്കേറ്റ് ജോ മൈക്കിൾ അധ്യക്ഷനായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ പന്തലും മൈതാനവും ഉച്ചയ്ക്ക് 2 മണിയോടെ ജനസഞ്ചയം ഒഴുകിയെത്തി നിറഞ്ഞു കവിഞ്ഞു. സദസ്സിൽ നിവേദനങ്ങൾ നൽകുന്നതിനായി 25 കൗണ്ടറുകൾ സജ്ജീകരിച്ചിരുന്നു. തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിലൂടെ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വേദിയിലെത്തിയത്. മന്ത്രിമാരായ MP രാജേഷ്, റോഷി അഗസ്റ്റിൻ, J ചിഞ്ചുറാണി എന്നിവരാണ് ആദ്യം വേദിയിലെത്തി സംസാരിച്ചത്. 6 മണിയോടെയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വേദിയിലെത്തിയത്. നവകേരള സദസ്സിൻ്റെ വേദിയിലെ പ്രകാശ സംവിധാനത്തിന് മുഖ്യമന്ത്രിയുടെ വക ഒരു വിയോജിപ്പ്. ചങ്ങനാശ്ശേരിയിലായിരുന്നു പ്രതികരണം. കുറച്ചു കാലമായി സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇവര് സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ച് നോക്കുന്നത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നവരെ മാത്രമേ കാണാൻ പറ്റും. നേരെ കണ്ണിന് മുമ്പിൽ ലൈറ്റുള്ളത് കൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു 5-10 വരിക്ക് ശേഷമുള്ള ആൾക്കാരെ കാണാൻ കുറച്ച് വിഷമാണ്. നമ്മുടെ ലൈറ്റുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം നമ്മളെ നല്ല ലൈറ്റ് നിർത്തി നിങ്ങളെ ഇഷ്ടത്താക്കുക എന്നുള്ളതാണ് ഈ ലൈറ്റുകാരുടെ ഒരു പരിപാടി. പക്ഷെ നിങ്ങൾ നല്ല പഠിച്ചത് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് മങ്ങല് വന്നപ്പോൾ ശരിക്ക് ഈ സദസ്സിൻ്റെ ഒരു വൈമല്യം അതേ രീതിയിൽ അനുഭവപ്പെടുന്നു. ചങ്ങനാശ്ശേരി SB കോളേജ് മൈതാനിയിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത് 10,000-ങ്ങളായിരുന്നു. സർക്കാർ പദ്ധതികളോട് പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന വിമർശനം നടത്തി മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് കൈകൊണ്ട് തടഞ്ഞ് പ്രകാശത്തെ ലഘൂകരിക്കുന്നത് കാണാമായിരുന്നു. ഞങ്ങളെ വിളിച്ചെത്തിരുത്തി നിങ്ങളെ ഇരുട്ടത്തിരുത്തുകയാണ് ലൈറ്റ് സംവിധാനക്കാർ ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുൻനിരയിലുള്ളവരെ മാത്രമേ തനിക്ക് കാണാൻ കഴിയുന്നുള്ളൂവെന്നും തൻ്റെ നേർക്ക് അടിക്കുന്ന ലൈറ്റ് കുറയ്ക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ലൈറ്റ് ഓഫായപ്പോൾ ഇത്രയും വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടി ഹർഷാരവത്തോടെയാണ് ജനം ഏറ്റുവാങ്ങിയത്. നവകേരള സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളും. ചങ്ങനാശ്ശേരി താലൂക്ക് CITU തൊഴിലാളികളാണ് നവകേരള സദസ്സ് വേദിയിലേക്ക് സൗജന്യ യാത്ര ഒരുക്കിയത്. ചങ്ങനാശ്ശേരി നഗരത്തിൻ്റെ വിവിധ ഓട്ടോ സ്റ്റാൻഡുകളിൽ നിന്ന് താലൂക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU അംഗങ്ങൾ കഴിഞ്ഞ ദിവസം നവകേരള സദസ് വേദിയിലേക്ക് സൗജന്യ യാത്ര നടത്തിയിരുന്നു. ഞങ്ങളിപ്പോൾ ചങ്ങനാശ്ശേരി താലൂക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU അതിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ചങ്ങനാശ്ശേരി താലൂക്കുള്ള ഓട്ടോറിക്ഷകൾ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ടൗണുമായിട്ട് അടുത്ത് കിടക്കുന്ന 10-50ഓളം സ്റ്റാൻഡുണ്ട്. അപ്പോൾ അവിടെ ഈ നവകേരള സദസ്സിന് വരുന്ന ആളുകളെ സാധുക്കളായിട്ടുള്ള ആളുകളാണ് ഇതിന് കൂടുതലും പങ്കെടുക്കാനും പരാതി കൊടുക്കാനും നിവേദനം കൊടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. അവരെ എല്ലാം ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ ആ സ്പോട്ടിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അത് വളരെ സാധുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അവരോട് ആരോടും ഞങ്ങൾ പൈസ വാങ്ങിക്കുന്നില്ല. അപ്പം അതൊരു സേവനമായിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പ്രത്യേകിച്ച് പ്രസിഡന്റ് അജിയെ, സെക്രട്ടറി ഷാജഹാന്, അതുപോലെ രാധാകൃഷ്ണൻ, പിന്നെ കമ്മിറ്റിയിലുള്ള ആളുകൾ ഇതെല്ലാവരുടെയും കൂടെ
ഒരു ഐക്യമാണ്. പരാതി കൊടുക്കാൻ എത്തുന്നവർ പാവങ്ങളും ദുരിതമനുഭവിക്കുന്നവരും ആയിരിക്കും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരം സേവനം ചെയ്യാൻ തയ്യാറായതെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു. കുട്ടനാട്ടിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് CPIM തകഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KS അനിൽകുമാർ. ഇതിന്റെ വിലയിരുത്തലുകളും തുടർ പരിപാടികളുമാണ് നവകേരള സദസ്സിൽ ചർച്ചയാവുക. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്നും അദ്ദേഹം അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിന്റെ 2ാം ദിനമായ ഡിസംബർ 15 വെള്ളിയാഴ്ച രാവിലെ 9-ന് കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ പ്രഭാത യോഗം ചേരും. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട് മണ്ഡലങ്ങളിൽ നിന്നായി സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് 300ഓളം പേർ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം 11-ന് SDV സ്കൂൾ ഗ്രൗണ്ടിൽ ആലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സ് ചേരും. ഉച്ചകഴിഞ്ഞ് 2:30-ക്ക് കപ്പക്കട മൈതാനിയിലാണ് അമ്പലപ്പുഴ മണ്ഡലത്തിലെ സദസ്സ്. വൈകുന്നേരം 4:30-നാണ് കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ്. നെടുമുടിയിൽ ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപമുള്ള മൈതാനിയിലാണ് സമ്മേളനം. കുട്ടനാട്ടിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ വിലയിരുത്തലുകളും തുടർ പരിപാടികളും നവകേരള സദസ്സിൽ ചർച്ചയാകുമെന്നും CPIM തകഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും സംഘാടക സമിതി എക്സിക്യൂട്ടീവ് അംഗവുമായ KS അനിൽകുമാർ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു. കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിൽ നിന്നായി 10,000-കണക്കിന് ആളുകൾ, ഏകദേശം 25,000 ആളുകൾ ഈ പരിപാടിയിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കുട്ടനാട്ടിലെ 13 പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന ജനങ്ങൾക്ക് അവരുടെ പരാതികൾ ബോധിപ്പിക്കാൻ, പരാതികൾ അവിടെ എഴുതി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കൗണ്ടറുകൾ, 20 കൗണ്ടറുകൾ, അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാ സഹായങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വളണ്ടിയർ സംവിധാനവും എല്ലാം അവിടെ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് കുട്ടനാടിൻ്റെ ഈ കാർഷിക ഭൂമികയിലേക്ക് മന്ത്രിസഭ ആകെ എത്തിച്ചേരുന്നത്. കുട്ടനാടിന് വേണ്ടി ഗവൺമെൻറ് ഒരു കാലത്തുമില്ലാത്ത പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. കുട്ടനാട്ടിലെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 2018 മഹാപ്രളയത്തിൻ്റെ കാലത്ത് ഒറ്റപ്പെട്ടുപോയ കുട്ടനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രളയം നമുക്ക് നേരിടേണ്ടി വന്നാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലുള്ള ഏതാണ്ട് 10,000 കോടി രൂപയുടെ പദ്ധതിയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടിലെ നവകേരള സദസ്സിന് ശേഷം വൈകുന്നേരം 6-ന് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ സദസ്സിന് തുടക്കമാകും. 16-ന് കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് നടക്കുക. വെള്ളിയാഴ്ച നെടുമുടിയിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 9 വരെ മങ്കൊമ്പ് ജംഗ്ഷനും കൈതവനയ്ക്കും ഇടയിൽ AC റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. നവകേരള സദസ്സിൽ പങ്കെടുക്കേണ്ടവ ഒഴികെ AC റോഡിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും കളർകോടിന് വരേണ്ട എല്ലാ വാഹനങ്ങളും മങ്കൊമ്പ് ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് ചമ്പക്കുളം, കഞ്ഞിപ്പാടം, വളഞ്ഞവഴി വഴിയും ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പുന്നപ്ര, വളഞ്ഞവഴി, ചമ്പക്കുളം, മങ്കൊമ്പ് വഴിയും പോകേണ്ടതാണെന്ന് നെടുമുടി പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചു. കുട്ടനാട്ടിലെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം നവകേരള സദസ്സിൽ ഉന്നയിക്കുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ട്രഷറർ KC ജോസഫ്. നാടിൻ്റെ സമഗ്ര വികസനമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മടവീഴ്ചയ്ക്ക് കാരണമാകുന്ന വിധത്തിലുള്ള വേലിയേറ്റവും പ്രളയവും തടയുക, വേമ്പനാട്ട് കായലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, ചെളിയെടുത്ത് പാടശേഖരങ്ങൾക്ക് ചുറ്റുബണ്ട് നിർമ്മിക്കുക, നിയന്ത്രിത പമ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തുക, നെല്ലിൻ്റെ വില 15 ദിവസത്തിനുള്ളിൽ നൽകുക, 2020 മുതലുള്ള കൃഷിനാശ നഷ്ടപരിഹാരം വിതരണം ചെയ്യുക, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക, കുട്ടനാട്ടിലെ ഉപറോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, താലൂക്ക് ആശുപത്രിയുടെ നിർദ്ദിഷ്ട പദ്ധതി പൂർത്തീകരിക്കുക, നാളികേര സംഭരണം ഊർജിതമാക്കുക. ഇങ്ങനെ കുട്ടനാടിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നവകേരള സദസ്സിൽ ചർച്ച ചെയ്യപ്പെടണം, അതിന് പരിഹാരം കാണണം എന്ന നിർദ്ദേശമാണ് KC ജോസഫിനുള്ളത്. അടുത്ത കൊയ്ത്ത് സീസണിൽ 15 ദിവസത്തിനുള്ളിൽ വില ലഭിക്കുവാനായിട്ട്, കർഷകരുടെ അക്കൗണ്ടിൽ ലഭിക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഈ കർഷകർക്ക് ലഭിക്കുന്ന സബ്സിഡി അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ആ കാർഷിക കലണ്ടർ സീസണിൽ തന്നെ അവർക്ക് ലഭിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നെല്ലിന് പുറമെയുള്ള ഒന്ന് തെങ്ങ് കർഷകരുടെ നാളികേര സംഭരണമാണ്. നാളികേര സംഭരണം എന്ന് പറയുന്നത് നമുക്ക് അടിയന്തരമായി നടത്തിക്കൊണ്ട് അതിൻ്റെ വില ലഭിക്കുവാനായിട്ടുള്ള, നിശ്ചിതമായ വില ലഭിക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ നിലയിലുള്ള പ്രളയത്തിൻ്റെ ഭീതി, വേലിയേറ്റത്തിൻ്റെ ഭീതി, ഇതെല്ലാം ആഗോള താപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ
കർഷകരുടെ ബണ്ടുകൾ സംരക്ഷിക്കുന്നതിനും അതിനോടൊപ്പമുള്ള കർഷകർക്ക് അവിടുത്തെ താമസിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്തിനുമായി നമ്മുടെ വേമ്പനാട്ട് കായലിലേക്ക് ഉള്ള അതുപോലെ ആറുകളിലേക്ക് ചെളി നീക്കം ചെയ്തുകൊണ്ട് ആ ചെളി ബണ്ടുകളിൽ നിക്ഷേപിച്ച് ആ ബണ്ടുകൾക്ക് ബലം വരുത്തിയോ നീരൊഴുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ അളവ് ഒരു പരിധിവരെ പരിഹരിക്കുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മങ്കൊമ്പിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിച്ചുകൊണ്ടായിരുന്നു നവകേരള സദസ്സിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിഷയങ്ങൾ KC ജോസഫ് വിശദീകരിച്ചത്. പാർട്ടി കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് സാണ്ടർ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സാജൻ സെബാസ്റ്റ്യൻ എന്നിവരും KC ജോസഫിനൊപ്പം ഉണ്ടായിരുന്നു. പുതിയ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയതല്ലാതെ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന് ഒരു നേട്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. വികസന സ്വപ്നങ്ങൾ അപ്പാടെ തകർന്ന കുട്ടനാട്ടിലേക്കാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വെള്ളിയാഴ്ച എത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൗരപ്രമുഖരായ ധനികരുമായി കൂടിക്കാഴ്ച നടത്തി പാതി വഴി താണ്ടിയ നവകേരള സദസ്സുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തു ഗുണമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ചോദിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിലേതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളുടെ പരാതി കേൾക്കുമെന്ന് കരുതിയ പൊതുജനം ഇന്ന് നിരാശയിലാണ്. കാർഷിക മേഖലയാകെ തകർന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കർഷകരോടും കർഷക തൊഴിലാളികളോടും പൊതുസമൂഹത്തോടും സർക്കാർ എന്താണ് പറയാൻ പോകുന്നത്? കുട്ടനാടിന്റെ വികസന സ്വപ്നങ്ങൾ അപ്പാടെ തകർന്നെന്നും 7.5 വർഷത്തിനിടെ ഒരടി പോലും മുന്നോട്ട് പോകാനായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടത്തിയിരിക്കുന്ന പോലുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയിലൂടെ തങ്ങളുടെ ആവലാതികൾ, തങ്ങളുടെ പ്രശ്നങ്ങൾ, തങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള തങ്ങൾക്ക് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞ് അന്ന് ഉമ്മൻചാണ്ടി ചെയ്ത പോലെ അതിന് ഉടൻ പരിഹാരമുണ്ടാക്കി, അതല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ല. ഇവിടെ ഇന്ന് വരെയായിട്ട് ഏതാണ്ട് പകുതി വഴി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരാൾക്കെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ടൊന്ന് കാണുവാൻ സാധിച്ചിട്ടുണ്ടോ? കുട്ടനാട്ടിൽ വന്ന് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കുട്ടനാട്ടിലെ നെൽകർഷകൻ ആവശ്യപ്പെടുന്നത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവ്യക്തതകൾ മാറ്റിക്കൊണ്ട് നെല്ല് കൊടുത്താൽ ഒരാഴ്ചക്കുള്ളിൽ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുമോ, PRSൻ്റെ ബാധ്യത കർഷകൻ ഉണ്ടാകാതിരിക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയിട്ടുള്ളതാണ് കുട്ടനാട്ടുകാരൻ അറിയാനായിട്ടുള്ളത്. കുട്ടനാട് കഴിഞ്ഞ 7.5 വർഷമായി പിണറായി സർക്കാർ തുടങ്ങിയ ശേഷം ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതല്ല, ലഭിച്ചുകൊണ്ടിരുന്ന ശുദ്ധജലം ഉൾപ്പെടെ കിട്ടാതിരിക്കുമ്പോൾ എന്ത് കാണാനാ, ആരോട് എന്നാ പറയാനാ നവകേരള സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? നവകേരള സദസ്സിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി പിരിവ് വാങ്ങുകയാണ്. താലൂക്ക് തല അദാലത്തുകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന് പകരം ധൂർത്ത് നടത്തുകയാണ് സർക്കാരെന്നും ജേക്കബ് എബ്രഹാം ആരോപിച്ചു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കാത്ത നവകേരള സദസ്സ് കൊണ്ട് കുട്ടനാട്ടുകാർക്ക് എന്തു പ്രയോജനമാണ് ലഭിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു. കിടങ്ങറയിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്തുകളിൽ സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്രകൾ വർണ്ണാഭമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ചമ്പക്കുളം പഞ്ചായത്തിന്റെയും പുളിങ്കുന്ന് കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ഘോഷയാത്ര. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വിളംബര ജാഥ മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ നിന്നും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ആരംഭിച്ചു. നവകേരള സദസ്സിനായി ഒരുക്കിയ നെടുമുടിയിലെ പന്തലിലേക്കായിരുന്നു ഘോഷയാത്ര. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുമായി സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി ഡിസംബർ മാസം 15-ാം തീയതി 4 മണിക്ക് മങ്കൊമ്പിൽ നെടുമുടിയിലുള്ള പെട്രോൾ പമ്പിന്റെ കിഴക്കുവശത്തുള്ള ഗ്രൗണ്ടിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേരുന്നത്. അവിടെ 20 കൗണ്ടറുകൾ ഉൾപ്പെടെ നിരവധി വകുപ്പുകളുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേരുന്നത്. എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരാതികൾ സമർപ്പിക്കാനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും ആവശ്യമായ സന്നാഹങ്ങളോടുകൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മളുടെ ഇടയിലേക്ക് എത്തിച്ചേരുന്നത്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫില്ലമ്മ ജോസഫ്, കൊച്ചുറാണി ബാബു, സജികുമാർ, ബാബു കുഴുവടി, ആന്റണി അലക്സ്, പഞ്ചായത്ത് സ്വാഗത സംഘം വൈസ് ചെയർമാൻ KG അരുൺകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി K അനിൽകുമാർ, CDS ചെയർപേഴ്സൺ TK സുധർമ്മ,
ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനം തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിനോടനുബന്ധിച്ച് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് സംഘാടക സമിതിയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ വിളംബര റാലിയും സാംസ്കാരിക സമ്മേളനവും നടത്തി. പുളിങ്കുന്ന് വലിയ പള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച വിളംബര റാലി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും, കുഞ്ഞു കുട്ടികൾ മുതൽ ബാലസംഘത്തിൻ്റെ കുട്ടികൾ മുതൽ വയോവൃദ്ധരായവർ വരെ തരുന്ന കരുതലും സ്നേഹവും, അതാണ് കേരളത്തിൻ്റെ വളർച്ച. അത്തരത്തിലുള്ളൊരു സാമൂഹ്യ വളർച്ചയുടെ ഇടങ്ങളിൽ കേരളം ഇന്ന് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനങ്ങളാണ്, അല്ലേ? 25 വർഷമായിട്ട് നടന്നിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പ്രക്രിയകൾ അതുതന്നെയാണ് കേരള സമൂഹത്തിന് ഇത്രയെങ്കിലും കരുത്തുകൊടുത്തിരിക്കുന്നത്. 25 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സംഘശക്തിയായി കുടുംബശ്രീ മാറുകയും. സംഘാടക സമിതി ചെയർപേഴ്സൺ ശോഭന സനഹാസനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആശാദാസ്, അഡ്വക്കേറ്റ് പ്രീതി സജി, ബ്ലോക്ക് മെമ്പർമാരായ സന്ധ്യ സുരേഷ്, റോജി മണല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി ആഷ്ലി നായർ, CDS ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തിൽ അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെമിനാർ ശ്രദ്ധേയമായി. ധനകാര്യ വകുപ്പ് മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി M. ഗോപകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെലവ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? കേരള സംസ്ഥാന സർക്കാരിൻ്റെ ചെലവ് എത്രയുണ്ട്? അപ്പോൾ കടം, നികുതി, ചെലവ് ഒക്കെയുണ്ട്. ഇതിനെല്ലാം കൂടി നമ്മൾ പറയണത് ഞങ്ങൾക്ക് തരാനുള്ള കാശ് നിങ്ങൾ തരാത്തത് എന്താണ് എന്ന് ചോദിക്കും. ആരോട്? കേന്ദ്ര സർക്കാരിനോട് എല്ലാ ദിവസവും ചോദിക്കും. അപ്പോൾ അവർ പറയണത് ഇങ്ങനെയല്ല. ഇന്നലെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുണ്ട് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമാ നടനുണ്ട്, രാഷ്ട്രീയക്കാരനും കൂടിയാണ്. അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിച്ചു, കേന്ദ്രമന്ത്രി ചോദിക്കുന്നത് ഇതിൻ്റെ ATM മെഷീനാണോ കേന്ദ്ര സർക്കാർ നിങ്ങൾ ചോദിക്കുമ്പോൾ തരാൻ? അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ മറുപടി നമുക്കത് മറുപടി പറയാൻ പറ്റില്ല. അത് പറഞ്ഞതേ ഒരുത്തൻ്റെ അപ്പാവുക്കടെ കാശല്ല തമിഴ് മക്കളെ പിരിച്ചുകൊണ്ട് പോകണ കാശ് ഇങ്ങോട്ട് തരാനാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അതായിരുന്നു ഉദയനിധി വലിയ ദേശീയ തലത്തിൽ വലിയ പ്രചാരം കിട്ടിയിട്ടുള്ളൊരു സാധനം. ഒരുത്തൻ്റെ അപ്പാവുക്കടെ പൈസയല്ല, ഒരുത്തൻ്റെ അച്ഛൻ്റെ പൈസയല്ല, ഇവിടുന്ന് പിരിച്ചുകൊണ്ടുകൂടെ കാശിങ്ങോട്ട് തരാനാണ് പറഞ്ഞതെന്നാണ് ഉദയനിധി സ്റ്റാലിൻ മറുപടി പറഞ്ഞത്. യോഗത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി വൈസ് ചെയർമാൻ A. ഓമനക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G. വേണുലാൽ, ഗ്രന്ഥശാല സെക്രട്ടറി NS ഗോപാലകൃഷ്ണൻ, ഗ്രന്ഥശാല സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് J. ബാബുലാൽ, V. രംഗൻ എന്നിവർ സംസാരിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ 2018 പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഏറ്റെടുത്ത വിവിധ പദ്ധതികളിലെ കാലതാമസം ഒഴിവാക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് ഭരണസമിതി. ഇത് സംബന്ധിച്ച നിവേദനം ബന്ധപ്പെട്ട അധികാരികൾക്ക് തിരുവനന്തപുരത്തെത്തി നേരിട്ട് സമർപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത നെല്ലാണിക്കൽ ജംഗ്ഷൻ വാടപ്പറമ്പ് കലുങ്ക് റോഡ്, SNDP നടുക്കോട് റോഡ്, കണ്ണംകുളം പാലം, പായിപ്പാട് പാലം, മിത്രമഠം പാലം, ഗവൺമെൻറ് ഈസ്റ്റ് LPS പാലം എന്നിവയുടെ പദ്ധതി പ്രവർത്തനങ്ങളിലെ കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത്. പ്രസിഡന്റ് K. സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ബിനു ഗോപാൽ എന്നിവർ നേരിട്ടെത്തിയാണ് നിവേദനം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനായി ഉടൻ തന്നെ അധികാരികൾ എത്തുമെന്ന് ഉറപ്പു നൽകിയതായി പ്രസിഡന്റ് അറിയിച്ചു. മാന്നാർ ആലുമൂട് ജംഗ്ഷന് സമീപം പ്രവർത്തിച്ചു വന്ന തുണി തേയ്ക്കുന്ന കടയ്ക്ക് തീപിടിച്ചു. വിവിധ ആൾക്കാരുടേതായി 2000-ലധികം ഇനം തുണിത്തരങ്ങളാണ് കത്തി നശിച്ചത്. തിരുവനന്തപുരം തൈക്കാട് സ്വദേശി മുരുകന്റെ ഉടമസ്ഥതയിലുള്ള കടയ്ക്കാണ് തീപിടിച്ചത്. ഒരു 10,000-2000 തുണിക്ക് മുകളിലാണ് ഉണ്ടോ? മാത്രം മുണ്ട്, ഷർട്ട്, സാരി എല്ലാം തേച്ചതും തേക്കാത്തതും തേക്കാത്ത എല്ലാം. എത്ര ദിവസം സ്റ്റോക്കാകും? ഇതിപ്പം ഈ ആഴ്ചത്തെ സ്റ്റോക്ക്. ജനുവരി ശനിയാഴ്ച ഒന്ന് വാങ്ങിക്കും. മുണ്ട്, ഷർട്ട്, സാരി ഉൾപ്പെടെ 2000-ലധികം തുണികൾ കടയിലുണ്ടായിരുന്നു. ഇവ മുഴുവനും കത്തി നശിച്ചു.
വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ കടയിൽ നിന്ന് പുക ഉയരുന്നതായി അടുത്തുള്ളയാൾ ഉടമയോട് പറഞ്ഞപ്പോഴാണ് കടയ്ക്കുള്ളിൽ തീപിടിച്ച വിവരം അറിയുന്നത്. 3 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്നും സീനിയർ ഫയർ ഓഫീസർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. കടപ്ര പുത്തൻ പള്ളിയോടം മലർത്തൽ കർമ്മം കഴിഞ്ഞ ദിവസം നടത്തി. സൈക്കിൾ മുക്ക് ജയന്തപുരം കൈനിക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള മാലിപ്പുരയിലായിരുന്നു ചടങ്ങുകൾ. നിരവധി ജലോത്സവ പ്രേമികളുടെയും പള്ളിയോടകരക്കാരുടെയും നാട്ടുകാരുടെയും ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിൻ്റെയും അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടന്നത്. 1956 മുതൽ ആറന്മുളയുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിലും പങ്കെടുത്തു വന്നിരുന്ന കടപ്ര പള്ളിയോടം 2013-14 15 ലക്ഷത്തോളം രൂപ ചെലവിൽ പുതുക്കി പണിതിരുന്നു. എന്നാൽ 2018 പ്രളയത്തിൽ പള്ളിയോടത്തിന്റെ പ്രധാന ഭാഗങ്ങളായ ഏരാവ് മാതാവ് പലകകൾ പൊട്ടിത്തകർന്നു. നടനയമ്പുകൾ, തുഴകൾ, കാറ്റുമറ പലകകളെല്ലാം നഷ്ടമായി. ഇതോടെ പുതിയ പള്ളിയോടം നിർമ്മിക്കേണ്ട സ്ഥിതി വരികയായിരുന്നു. അയിരൂർ കഥകളി ഗ്രാമം സന്തോഷ് ശില്പിയുടെ നേതൃത്വത്തിൽ 6 തച്ചന്മാരും 2 ഇരുമ്പ് പണിക്കാരുമാണ് പള്ളിയോട നിർമ്മാണം നടത്തുന്നത്. അഖില കേരള ചാക്കമാർ മഹാസഭ 18 നമ്പർ കരയോഗത്തിന്റെ ഉടമസ്ഥതയിലാണ് പള്ളിയോടം. 41 കോൽ നീളവും 18 അടി അമരപ്പൊക്കവും 5 അടി കൂമ്പിന്റെ പൊക്കവുമുള്ള പള്ളിയോടത്തിൽ 75ഓളം പേർക്ക് കയറാൻ സാധിക്കും. വരും വർഷത്തെ വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി വള്ളസദ്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പുത്തൻ പള്ളിയോടം നീരണിയിക്കണമെന്നാണ് പള്ളിയോട നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പകൽ 11 മണിക്ക് പള്ളിയോടം മലർത്തൽ കർമ്മത്തിന്റെ ഉദ്ഘാടനം പള്ളിയോടം സേവാസംഘം പ്രസിഡന്റ് രാജൻ മൂലവീട്ടിൽ നിർവഹിച്ചു. AKCMS സംസ്ഥാന ജനറൽ സെക്രട്ടറി KN രഘുനാഥൻ അധ്യക്ഷനായി. PSS ജനറൽ സെക്രട്ടറി പാർത്ഥസാരഥി പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ, PSS വൈസ് പ്രസിഡന്റ് സുരേഷ് വെൺപാല, കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ, പുളിക്കീഴ് ബ്ലോക്ക് മെമ്പർ വിജി നൈനാൻ, കടപ്ര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പ്രചരിപ്പിച്ച ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ കുരുട്ടിശ്ശേരി കടമ്പാട്ട് കിഴക്കേതിൽ പ്രസന്നകുമാറാണ് പിടിയിലായത്. പ്രവാചകൻ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാർട്ടൂൺ ചിത്രങ്ങളും മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന അടിക്കുറിപ്പുകളും ചേർത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് പ്രസന്നകുമാറിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 10 പ്രതി തന്റെ ഫേസ്ബുക്ക് പേജിൽ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടത്. ഇതിനെതിരെ മാന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, മാന്നാർ സ്വദേശി ഷാനവാസ് എന്നിവർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന് പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതുകൂടാതെ അടിപിടി ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസും പ്രതിയുടെ പേരിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5740 രൂപ, പവന് 45,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.